എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ലോകം സ്ത്രീകളെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. അവർ സ്നേഹമുള്ളവരാണെന്നും കരുതലുള്ളവരാണ്, ചിലപ്പോൾ നിസ്സഹായരാണെന്നു പോലും. പക്ഷെ എത്ര പേർക്ക് അവർ മനഃശാസ്ത്രപരമായി എത്ര ആഴമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും? ഒരു സ്ത്രീയുടെ മനസ്സ് അതൊരു പുസ്തകമാണ്. അത് പുറംചട്ടയിലൂടെ വായിക്കാനാവില്ല. അത് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. സ്ത്രീയുടെ ചിന്തകൾ എല്ലായ്പ്പോഴും ഭാവനാപരമായിരിക്കും. അവൾ ചിന്തിക്കുമ്പോൾ ഹൃദയം കൂടി പ്രവർത്തിക്കും. അവൾ സംസാരിക്കുമ്പോൾ വാക്കുകളോടൊപ്പം വികാരവും ഉണ്ടാകും. അവൾ തീരുമാനിക്കുമ്പോൾ അതിൽ മറ്റുള്ളവരുടെ ക്ഷേമവും ഉൾപ്പെടും. പക്ഷെ ഇതിനൊക്കെ അപ്പുറം അനവധി ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇത്ര വികാരധീരരാകുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് സുരക്ഷിതത്വം അത്ര പ്രധാനമായത്? എന്തുകൊണ്ടാണ് അവർക്ക് ബന്ധങ്ങൾ നിലനിർത്താനുള്ള തീവ്രമായ ആവശ്യമുള്ളത്? അവരുടെ അവബോധം എങ്ങനെ പ്രവർത്തിക്കുന്നു? അവരുടെ സ്വമൂല്യം എവിടെ നിന്നാണ് പിറക്കുന്നത്? ഈ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തേടാനുള്ള യാത്രയാണ് സ്ത്രീകളുടെ മനഃശാസ്ത്രം. ഈ വീഡിയോയിൽ ഞാൻ സ്ത്രീകളെ വിലയിരുത്തുക മാത്രമല്ല, അവരെ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ്. അവരുടെ മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ, അവരുടെ വികാരങ്ങളെ ആദരിക്കാൻ, അവരുടെ ശക്തിയെ തിരിച്ചറിയാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. കാരണം സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കുന്നവർക്ക് മനുഷ്യബന്ധങ്ങൾ ആഴമുള്ളതാകും, സമൂഹം കൂടുതൽ കരുണയോടെ വളരും, ജീവിതം കൂടുതൽ മനുഷ്യത്വമുള്ളതുമാകും. സ്ത്രീകളിൽ ഭൂരിഭാഗവും ഭാവനാപരമായ ചിന്തയിൽ അകപ്പെട്ടവരാണ്, അതായത് ഇമോഷണൽ തിങ്കിങ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾ കൂടുതൽ ഇമോഷണൽ ആണെന്ന്. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്താണ്? അത് ദുർബലതയാണോ അതോ ഒരു വലിയ ശക്തിയാണോ? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാം. സ്ത്രീകളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അവരുടെ ഭാവനാപരമായ ചിന്താശൈലിയാണ്. പുരുഷന്മാർ പലപ്പോഴും ഒരു പ്രശ്നത്തെ പരിഹരിക്കാനാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ സ്ത്രീകൾ ആദ്യം അതിൻ്റെ അർത്ഥം അന്വേഷിക്കുന്നു. എന്താണ് ഈ സംഭവത്തിന്റെ പിന്നിൽ എന്നും എനിക്കിതിൽ എങ്ങനെ തോന്നുന്നു, ഇതെങ്ങനെ എന്നെ ബാധിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതാണ് അവരുടെ മനസ്സിന്റെ പ്രത്യേകത. അവർ അനുഭവിക്കുന്നു, പിന്നീട് ആ അനുഭവത്തെ വിലയിരുത്തുന്നു. അവർ അനുഭവിച്ച വികാരം തന്നെ അവരുടെ തീരുമാനങ്ങളുടെ ഭാഗമാകുന്നു. ഈ സ്വഭാവം അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കൂടുതൽ സഹാനുഭൂതിയുള്ളവളാക്കി മാറ്റുന്ന കാര്യമാണ്. ഒരമ്മ തൻ്റെ പിഞ്ചു കുഞ്ഞിന്റെ മുഖം നോക്കി തന്നെ അതിന് പറയാനുള്ളത് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് അത് അവരുടെ ഭാവനാപരമായ ചിന്തയുടെ തെളിവാണ്. സ്ത്രീകളുടെയും ഭാവനാശക്തി ബന്ധങ്ങൾ ശക്തമാക്കുന്ന ഒരു പാലമാണ്. അവർ കേൾക്കുമ്പോൾ മനസ്സോടെ കേൾക്കുന്നു. അവർ സ്നേഹിക്കുമ്പോൾ പൂർണ്ണമായും സ്നേഹിക്കുന്നു. അവർ കരയുമ്പോഴും അതവരുടെ മനസ്സിൽ ആഴത്തിൽ നിന്നാണ്. പക്ഷേ ഈ ഗുണത്തിന് ചില വെല്ലുവിളികളുമുണ്ട്. അവർ ഒരുപാട് ചിന്തിക്കും. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തോ? അവൾക്ക് തോന്നിയ വികാരം പലപ്പോഴും അവളെ കൂടുതൽ ആഴത്തിൽ വിചാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പല സ്ത്രീകളും ഓവർ തിങ്കിങ് ചെയ്യുന്നവരാണ്. ഇതിന് പ്രധാനമായും ഒരു പരിഹാരം എന്നത് ഭാവനയെ അടച്ചിടുക എന്നതല്ല, പകരം അതിനെ ബാലൻസ് ചെയ്യലാണ്. വികാരങ്ങൾക്കൊപ്പം യുക്തിയും ചേർത്താൽ അവർക്ക് അതിജീവിക്കാൻ കഴിയാത്ത വെല്ലുവിളികളായി ഒന്നുമില്ല. ഒരു സ്ത്രീയുടെ ഭാവന അവളെ ദുർബലമാക്കുന്നതല്ല, അതാണ് അവളെ മനുഷ്യബന്ധങ്ങളുടെ കലയിൽ പ്രാവീണ്യം നേടാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്കും അവരുടെ ചുറ്റുപാടുമുള്ളവർക്കും പഠിക്കേണ്ട കാര്യം അവരുടെ വികാരങ്ങളെ നിരസിക്കാതെ അവരെ മനസ്സിലാക്കുക എന്നതാണ്. അവർക്ക് എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കുക. അവർ പറയുമ്പോൾ അത് കേൾക്കുക. അവരുടെ വാക്കുകളിൽ അവരുടെ ഹൃദയം മറഞ്ഞിരിക്കുന്നുണ്ട്. സ്ത്രീയുടെ ഭാവനാശക്തി ഒരു ചിറകാണ്. അതിലൂടെ അവൾക്ക് സ്വന്തം ജീവിതത്തെയും മറ്റുള്ളവരുടെ ലോകത്തെയും മാറ്റാൻ സാധിക്കും. അവൾ കരയുമ്പോൾ അതിൽ വേദനയുണ്ട്, പക്ഷെ അതിനൊപ്പം കരുണയുമുണ്ട്. ഭാവനാശക്തി ഒരു സ്ത്രീയുടെ ബലം തന്നെയാണ്. അതിനെ മനസ്സിലാക്കുന്നവർക്ക് ബന്ധങ്ങളും ജീവിതവും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാനും കഴിയും. മറ്റൊരു പ്രധാന കാരണമാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. സ്ത്രീയുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഒരു അടിസ്ഥാന ആവശ്യമാണിത്. അത് ശാരീരികമായ സംരക്ഷണം മാത്രമല്ല, ഭാവനാത്മകമായും മാനസികമായും ആത്മീയമായും അവൾക്ക് സംരക്ഷണം വേണം. അവൾക്ക് ആവശ്യമായത് വലുതായ വാഗ്ദാനങ്ങളല്ല, പക്ഷെ നീ എനിക്കൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പാണ് വേണ്ടത്. അവർക്ക് വേണ്ടത് അലങ്കാരമായ വാക്കുകളല്ല, പക്ഷെ ഒരാളുടെ സ്ഥിരതയാണ്, സത്യസന്ധമായ സാന്നിധ്യം. സ്ത്രീകളുടെ മനസ്സ് വളരെ സൂക്ഷ്മമാണ്. അവർ പറഞ്ഞില്ലെങ്കിലും അവർക്ക് എത്രമാത്രം സുരക്ഷിതമെന്ന് അവരുടെ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കും. അവളെ മനസ്സിലാക്കുന്നവർക്ക് അവളുടെ ലോകം തന്നെ തുറക്കപ്പെടും. അവളെ അവഗണിക്കുന്നവർക്ക് അവർ ഒരു ഭിത്തി പോലെ അടഞ്ഞു പോകും. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ്: സ്ത്രീകൾക്ക് സുരക്ഷിതത്വം എന്നത് ജീവിക്കാൻ ആവശ്യമായ വായു പോലെയാണ്. അതില്ലാതെ അവൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. സമൂഹത്തിൽ പലരും കരുതുന്നത് സ്ത്രീകൾക്ക് പണമോ ആഡംബരമോ ലഭിച്ചാൽ അവൾ സന്തോഷവതിയാകും എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് സുഖകരമായ സ്ഥലമല്ല, പക്ഷെ സുഖകരമായ മനസ്സാണ്. അവൾക്ക് ആരുടെയെങ്കിലും മുന്നിൽ സ്വതന്ത്രമായി തൻ്റെ വികാരങ്ങൾ പങ്കുവെക്കാൻ കഴിയുമ്പോൾ അതാണ് അവളുടെ യഥാർത്ഥ സുരക്ഷിതത്വമാകുന്നത്. ഒരു പെൺകുട്ടി ചെറുപ്പം മുതൽ തന്നെ ഈ സുരക്ഷിതത്വം അന്വേഷിക്കുന്നുണ്ട്. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൾ സുരക്ഷിതം. പിന്നീട് വളർന്നപ്പോൾ ബന്ധങ്ങളിൽ അതേ സംരക്ഷണവും കരുതലും അവൾ പ്രതീക്ഷിക്കുന്നു. അവളുടെ മനസ്സിനുള്ളിൽ എപ്പോഴും ഒരു ചോദ്യമുണ്ടാകും: എനിക്കിവിടെ വിലയുണ്ടോ? എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അവളുടെ ആത്മവിശ്വാസവും അതിരുകൾ കടക്കും. അവൾ തന്റെ സ്വപ്നങ്ങൾക്കായി ഓടും, പുഞ്ചിരിയോടെ ജീവിതം ഏറ്റുവാങ്ങും. പക്ഷെ മറിച്ച് അവൾ അവഗണിക്കപ്പെട്ടതായി തോന്നുമ്പോൾ അവളുടെ ആത്മവിശ്വാസം മങ്ങും. അവളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി ഒരു മുഖംമൂടിയായി മാറും.
അതുകൊണ്ട് ബന്ധങ്ങളിൽ സ്ത്രീയെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപരമായ പാഠം അവളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. അതിന്റെ അർത്ഥം അവളെ നിയന്ത്രിക്കുക എന്നല്ല, പക്ഷെ അവൾക്ക് സ്വാതന്ത്ര്യം നിലനിൽക്കാനുള്ള സ്ഥലം നൽകുക. അവളോട് പറയുക, നീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പ്രാധാന്യമുണ്ട്, നീ ഇവിടെ സുരക്ഷിതയാണ്. ഈ വാക്കുകൾ അവളുടെ മനസ്സിൽ വൻ ശക്തി തന്നെ സൃഷ്ടിക്കും. സുരക്ഷിതത്വം എന്നത് ഒരു സ്ത്രീയുടെ വളർച്ചയുടെ അടിത്തറയാണ്. ഒരു പെൺകുട്ടി സുരക്ഷിതത്വം അനുഭവിക്കുമ്പോൾ അവൾ പഠനത്തിലും ജോലിയിലും ബന്ധങ്ങളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അവൾക്ക് ആത്മവിശ്വാസം ലഭിക്കും. അവൾക്ക് സ്വപ്നങ്ങൾ കാണാനും അവ നേടാനും ധൈര്യം ലഭിക്കും. അതുകൊണ്ട് സ്ത്രീകളെ ശക്തരാക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് സുരക്ഷിതമായ അന്തരീക്ഷം നൽകുക എന്നതാണ്. അവൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ലോകം തന്നെ അവളെ വിശ്വസിക്കാൻ തുടങ്ങും. ഇനി പറയാനുള്ളത്, സുരക്ഷിതത്വം എന്നത് സ്ത്രീയുടെ ആഡംബരമല്ല, അത് അവരുടെ അവകാശമാണ് എന്നതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം സ്ത്രീകൾ ബന്ധം സ്ഥാപിക്കുന്നതിലും അവരുടെ സംസാര രീതിയിലുമുള്ള പ്രത്യേകതകളാണ്. ഒരു സ്ത്രീയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ മൂല്യങ്ങളിൽ ഒന്നായ ബന്ധം എന്നതിനെ മനസ്സിലാക്കണം. സ്ത്രീകൾക്കായി ബന്ധം എന്നത് വെറും പരിചയമല്ല, അതൊരു ജീവിത ബന്ധമാണ്. അവൾക്ക് ബന്ധം എന്നത് മനസ്സുകൾ തമ്മിലുള്ള ബന്ധം, വാക്കുകളിൽ നിന്നുമുള്ള വിശ്വാസം, കേൾവിയിലൂടെ ലഭിക്കുന്ന മനസ്സിലാക്കൽ എന്നതാണ്. നാം പലപ്പോഴും കരുതാറുണ്ട് സ്ത്രീകൾ അധികം സംസാരിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അവർ കേൾക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. അവർ പറയുമ്പോൾ അവർക്ക് വേണ്ടത് പരിഹാരമല്ല, പക്ഷെ ആരെങ്കിലും അതിനോടൊപ്പം നിനക്കതെങ്ങനെ തോന്നി എന്ന് ചോദിക്കട്ടെ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവരുടെ മനസ്സിൽ പ്രധാനമായും അത്ഭുതകരമായൊരു കോഡുണ്ട്. ഒരാൾ മനസ്സോടെ അവരെ കേൾക്കുമ്പോൾ അവർ തുറന്ന് സംസാരിക്കും, പക്ഷെ ആരെങ്കിലും അവരെ മധ്യേ തടഞ്ഞാൽ അവർ അടഞ്ഞു പോവുകയും ചെയ്യും. അതാണ് സ്ത്രീയുടെ മനഃശാസ്ത്രം. അവൾ കേൾക്കപ്പെടുന്നിടത്ത് വളരും, മൂല്യം കിട്ടുന്നിടത്ത് ആത്മവിശ്വാസവും പ്രാപിക്കും. സ്ത്രീകൾക്ക് ബന്ധങ്ങൾ എന്ന് പറയുന്നത് വെറും വാക്കിൽ ഒതുങ്ങുന്നതല്ല. അവർക്കതിലൊരു എനർജിയുണ്ട്, ഒരു ഇമോഷനുണ്ട്. അവർ ബന്ധങ്ങളിൽ തന്റെ ആത്മാവിനെ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ, ഒരു സഹോദരിയുടെ, ഒരു സുഹൃത്തിന്റെ ബന്ധം, അവിടെ അവരുടെ ഹൃദയമുണ്ട്. അവൾ മറ്റൊരാളുടെ ജീവിതത്തിൽ പങ്കാളിയായാൽ അവൾ അത് ദൗത്യം പോലെ കാണും. അതുകൊണ്ട് തന്നെ അവൾക്ക് ബന്ധത്തിൽ മറുപടി കിട്ടിയില്ലെങ്കിൽ അവൾ വിഷമിക്കും. കാരണം അവൾക്ക് ബന്ധം ഒരുപക്ഷെ സമത്വം പോലെ തോന്നുന്നു. ഞാൻ നൽകുന്ന അത്രയും എനിക്ക് തിരിച്ചു ലഭിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനൊപ്പം തന്നെ അവൾ വളരെ ക്ഷമയുള്ളവളുമാണ്. അവൾ ബന്ധം നിലനിർത്താൻ ശ്രമിക്കും. അവൾ പരസ്പരം ബഹുമാനവും നിലനിർത്തും. പലപ്പോഴും തന്റെ വേദന മറയ്ക്കും മറ്റുള്ളവരുടെ സന്തോഷം നിലനിർത്താനായി. ഇത് മനസ്സിലാക്കുന്നവർക്ക് സ്ത്രീകളുടെ ലോകം മനോഹരമായി തോന്നും. കാരണം അവളുടെ ബന്ധബോധം മനുഷ്യബന്ധങ്ങളുടെ ആത്മാവാണ്. അവരുടെ സംസാരത്തിൽ ഒരു കരുതലുണ്ട്, മൗനത്തിൽ അർത്ഥമുണ്ട്, കണ്ണുകളിൽ പ്രതീക്ഷയുമുണ്ട്. അവർക്ക് ലഭിക്കേണ്ടത് അധികമായ വാക്കുകളല്ല, മനസ്സോടെ കേൾക്കുന്ന ഒരാൾ മാത്രമാണ്. അവളുടെ ബന്ധങ്ങൾക്കുള്ള ഈ ആഴം മനസ്സിലാക്കിയാൽ അവരോടുള്ള ജീവിതം കൂടുതൽ എളുപ്പമാകും. അവൾ പറയുന്നത് കേൾക്കുക, പറയാത്തതും കേൾക്കാൻ ശ്രമിക്കുക. കാരണം സ്ത്രീകൾക്ക് ചില വാക്കുകൾ ശബ്ദമില്ലാതെ പറയാൻ അറിയാം. എനിക്കൊട്ടും നന്നായില്ല എന്ന് അവൾ പറയുമ്പോൾ അതിൽ 100 വികാരങ്ങൾ അടങ്ങിയിരിക്കും. അവൾ ചോദിക്കുമ്പോൾ നീ ബിസിയാണോ, അതിന്റെ പിന്നിൽ എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു എന്നതാണ് അർത്ഥം. ഇതാണ് അവളുടെ മനസ്സിന്റെ സൗന്ദര്യം. അവൾ വാക്കുകളിൽ മാത്രമല്ല വികാരങ്ങളിലൂടെയും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ അവരെ കേൾക്കാൻ പഠിക്കുക. വാക്കുകൾക്കപ്പുറം അവരുടെ വികാരങ്ങളെ കേൾക്കുക. അവൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവളുടെ അനുഭവത്തെ അംഗീകരിക്കുക. അവളെ മറുപടിയില്ലാതെ കേൾക്കുന്ന ആ വ്യക്തിയാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം. അവൾക്ക് അതാണ് ബന്ധമായി മാറുന്നത്. മറ്റൊരു പ്രധാന കാരണമാണ് സ്ത്രീകൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന അവബോധം എന്ന കാര്യം. ഒരു സ്ത്രീയുടെ മനസ്സിന്റെ ഏറ്റവും അത്ഭുതകരമായ ഭാഗം അവളുടെ അവബോധമാണ്. അവൾക്ക് ചില കാര്യങ്ങൾ പറയാതെ മനസ്സിലാക്കാൻ കഴിയും. അവൾക്ക് ചിലരിൽ നിന്ന് ലഭിക്കുന്ന എനർജി എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. വാക്കുകളില്ലാത്ത സൂചനകളെ വായിക്കാനും കഴിവുണ്ട്. പലരും ഇതിനെ സ്ത്രീകളുടെ 6ാമത്തെ ഇന്ദ്രിയം എന്നാണ് വിളിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് അവരുടെ മനസ്സ് വളരെ ആഴത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഒരു തെളിവാണ്. ഇത്രയും ശക്തമായ ഒരു അവബോധം ലഭിക്കുന്നതിന്റെ കാരണം ശാസ്ത്രീയമായിട്ടും വ്യക്തമാണ്. അവരുടെ മസ്തിഷ്കം ഇമോഷണൽ ഇൻഫർമേഷൻസ് കൂടുതലായി സൂക്ഷ്മമായും പ്രോസസ്സ് ചെയ്യുന്നു. അവർ മുഖവിന്യാസം, ശബ്ദഭേദം, ശരീരഭാഷ, ചെറിയ ചലനങ്ങൾ ഇതെല്ലാം അതിവേഗം മനസ്സിലാക്കുന്നു. അതിനാലാണ് പലപ്പോഴും അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു എന്തോ ശരിയല്ല, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് ശരിയായിരുന്നു പക്ഷെ എന്തോ അശ്രദ്ധയുണ്ട്. അത് വെറും തോന്നലല്ല, അത് അവളുടെ അവബോധത്തിന്റെ ശബ്ദമാണ്. ഒരമ്മ തന്റെ മകന്റെ മുഖം നോക്കി അവന് സന്തോഷമുണ്ടോ ദുഃഖമുണ്ടോ എന്ന് പറയാതെ മനസ്സിലാക്കുന്നു. ഒരു ഭാര്യ ഭർത്താവിന്റെ ശബ്ദത്തിൽ ചെറുതായി ക്ഷീണം തോന്നുമ്പോൾ അവൻ എന്തെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ടോ എന്ന് ഉടനെ തിരിച്ചറിയുന്നു. ഈ ശക്തി സ്ത്രീകൾക്കുള്ള ഒരു പ്രകൃതിദത്ത പ്രതിഭയാണ്. അതവർ വർഷങ്ങളായി വികാരങ്ങളോടടുത്ത് ജീവിതത്തിന്റെ ഫലമാണ്. പക്ഷെ ചിലപ്പോൾ ഈ അവബോധം അവർക്ക് ഭാരമായി തീരും. അവർ എല്ലാ സൂക്ഷ്മമായ വികാരങ്ങളും ഗ്രഹിക്കുന്നതിനാൽ അവർക്ക് മെന്റൽ ഓവർലോഡ് ഉണ്ടാകാം. മറ്റുള്ളവരുടെ വികാരഭാരം പോലും സ്വന്തം മനസ്സിൽ വഹിക്കും. അതിനാൽ സ്വന്തം മനസ്സിനു ശാന്തി നൽകാനുള്ള ഒരു സമയം അവർക്ക് വേണം. അത് വായനയിലൂടെയോ സംഗീതത്തിലൂടെയോ നിശബ്ദതയിലൂടെ ആയാലും അവരുടെ മനസ്സ് സ്വയം റീചാർജ് ആവണം. അവരുടെ ഈ അവബോധം അവരെ ഒരു മികച്ച ബന്ധനിർമ്മാതാവാക്കി മാറ്റുന്നുണ്ട്.
അവർക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരാൾക്ക് എന്താണ് ആവശ്യം, എപ്പോൾ ഒരു വാക്ക് പറയണം, എപ്പോൾ മൗനം പാലിക്കണം. അവർക്കെപ്പോൾ ആരെങ്കിലും ദുഃഖിതനാണെന്ന് തിരിച്ചറിയാനും സാധിക്കും. പക്ഷെ അതിനെ പരിഹരിക്കാൻ വലിയ വാക്കുകൾ ആവശ്യമില്ല. ഒരിക്കൽ ഒരു നോട്ടം, ഒരു സ്പർശം, ഒരു പുഞ്ചിരി മതി. അതാണ് അവരുടെ ശക്തി. ഒരു സ്ത്രീയുടെ അവബോധത്തെ അവഗണിക്കരുത്. അത് അവരുടെ മനസ്സിന്റെ ആന്തരിക GPS ആണ്. അത് അവളെ തെറ്റായ വഴികളിൽ നിന്നും കാക്കും, സത്യസന്ധമായ വഴികളിലേക്ക് നയിക്കുകയും ചെയ്യും. സ്ത്രീയുടെ അവബോധം അവളുടെ ദിവ്യമായ ശക്തിയാണ്. അത് അവളെ വഴികാട്ടും, സംരക്ഷിക്കും, പ്രചോദിപ്പിക്കുകയും ചെയ്യും. അവൾ അതിനെ വിശ്വസിക്കുമ്പോൾ അവളുടെ ജീവിതം ശരിയായ ദിശയിലേക്കും നീങ്ങും. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അവൾക്ക് സ്വന്തം മൂല്യം തിരിച്ചറിയാൻ പഠിക്കുക. കാരണം ലോകം പലപ്പോഴും അവളോട് പറയുന്നത് നീ മതിയല്ല, നീ കൂടുതൽ ചെയ്യണം, മറ്റുള്ളവരെ പോലെ ആകണം എന്നൊക്കെയാണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഒരു സ്ത്രീയുടെ മൂല്യം അവൾ മറ്റുള്ളവരെ എത്ര സന്തോഷിപ്പിക്കുന്നു എന്നതിലല്ല, അവൾക്ക് തന്റെ ഉള്ളിൽ എത്ര സമാധാനം ഉണ്ടാകുന്നു എന്നതിലാണ്. പല സ്ത്രീകളും ജീവിതത്തിൽ കടുത്ത ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നു. കുടുംബം, ജോലി, കുട്ടികൾ, സമൂഹം, എല്ലാവർക്കും വേണ്ടത് അവർ ചെയ്യുന്നു. പക്ഷെ ചിലപ്പോൾ അവർ സ്വന്തം മനസ്സിനെ മറക്കുന്നു. അവൾ ചോദിക്കാറില്ല എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുവെന്ന്, എന്റെ സ്വപ്നങ്ങൾ എവിടെ പോയി എന്നൊന്നും. അതുകൊണ്ട് തന്നെയാണ് സ്വമൂല്യം തിരിച്ചറിയുക എന്നത് സ്ത്രീകൾക്കായി ഒരു ജീവിത പാഠം തന്നെ ആകുന്നത്. ഒരു സ്ത്രീയുടെ സ്വമൂല്യം ആരോ മറ്റൊരാൾ അവളെ വിലമതിക്കുന്നത് കൊണ്ടല്ല, അവൾ സ്വയം തിരിച്ചറിയുന്നതിലൂടെ ഉള്ള മൂല്യമാണ്. അവൾ പറയുമ്പോൾ ഞാൻ മതിയുള്ളവളാണ്, അതൊരു വാക്കല്ല, അതൊരു പ്രഖ്യാപനമാണ്. സ്വന്തം മൂല്യം തിരിച്ചറിയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഓരോ ദിവസവും അഭ്യസിക്കേണ്ടതായ ഒരു മനോഭാവമാണ്. നമ്മുടെ ഉള്ളിലെ ഞാൻ മതിയല്ല എന്ന ശബ്ദത്തെ അടിച്ചമർത്തി അതിനു പകരം പറയണം ഞാൻ ഈ ലോകത്തിന് ആവശ്യമായ ഒരാളാണ്. അത് പറയുമ്പോൾ ആദ്യം മനസ്സ് എതിർക്കും, പക്ഷെ പതിയെ നമ്മുടെ പുതിയ ഒരു യാഥാർത്ഥ്യമായി മാറും. സ്വമൂല്യം തിരിച്ചറിയുമ്പോൾ സ്ത്രീകൾക്ക് മറ്റുള്ളവരെയും ഉയർത്താൻ കഴിയും. മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ അവളുമായി മത്സരിക്കാതെ അവളെ സഹയാത്രികയായി കാണാൻ ശ്രമിക്കും. സ്ത്രീകളുടെ ലോകം തന്നെ മാറ്റും. ഒരു സ്ത്രീ മറ്റൊരാളെ തള്ളിക്കളയാതെ അവളെ ഉയർത്തുന്ന സമൂഹം തന്നെ സൃഷ്ടിക്കും. അതാണ് സ്വന്തം മൂല്യം തിരിച്ചറിയുന്നതിലെ യഥാർത്ഥ ലക്ഷ്യം. സ്വയം ഉയർത്തി മറ്റുള്ളവരെയും ഉയർത്തുക. സ്ത്രീയുടെ മനഃശാസ്ത്രത്തിന്റെ പല ആഴങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്തു. ഭാവനാപരമായ ചിന്ത, സുരക്ഷിതത്വം, ബന്ധത്തിന്റെ ആവശ്യം, അവബോധം, സ്വമൂല്യം, ഇവയൊക്കെ ചേർന്നതാണ് ഒരു സ്ത്രീയെ പൂർണ്ണമാക്കുന്ന കാര്യങ്ങൾ. ഒരു സ്ത്രീയെ മനസ്സിലാക്കുക എന്നത് അവളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയല്ല, അവളുടെ വികാരങ്ങളെ ആദരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ സ്ത്രീയും അറിയണം, അവൾക്കൊരു അളവില്ലാത്ത ശക്തിയുണ്ട്. അത് അവളുടെ ഹൃദയത്തിലാണ്. അവൾക്ക് തനിച്ചായാലും നിലനിൽക്കാൻ സാധിക്കും. പക്ഷെ അവൾ മറ്റുള്ളവരെ ഉയർത്തുമ്പോഴാണ് അവരുടെ മഹത്വം കൂടുതൽ തെളിയുന്നത്. ലോകം സ്ത്രീകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മുന്നിൽ പുതിയൊരു സമൂഹം തന്നെ തുറക്കപ്പെടും. വികാരങ്ങളെ വിലമതിക്കുന്ന, കരുണയുള്ള, ശക്തമായ ഒരു സമൂഹം. അത് ആരംഭിക്കുന്നത് നിങ്ങൾക്കൊപ്പമാണ്. ഒരു സ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ അവളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.